എല്ലാവരും സദ്യ കഴിച്ച ആലസ്യത്തിലൊക്കെ ആയിരിക്കും അല്ലേ? സദ്യ കൊണ്ടിട്ടിരിക്കുകയായിരിക്കുമല്ലോ. ഇത് തിരുവോണമായിരുന്നു. ഇന്ന് നബിദിനവും കൂടിയായിരുന്നു. അപ്പോൾ ഞാനൊരു കടലപ്പായസം ഉണ്ടാക്കി. അത് നോക്കിയാലോ? എല്ലാവരും ഒക്കെ കഴിച്ച് കാണുമല്ലോ അല്ലേ? പായസം ഏതെങ്കിലുമൊക്കെ പായസം ഇന്ന് എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. അപ്പം ഒരു കടല പായസം ഉണ്ടാക്കാം. കടല ഞാൻ വാങ്ങിച്ചിട്ട് പായസത്തിൻ്റെ വെക്കുന്ന കടലയുണ്ടല്ലോ, അത് വാങ്ങിച്ച് കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ചിരുന്നു. അത് കുതിർന്നപ്പം അത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്, അടുപ്പിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ശർക്കര ഉരുക്കിയെടുക്കാം. അതൊരു 3-4 വിസിൽ കെട്ടാൽ മതി. അപ്പോഴേക്കത് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ശർക്കര ഞാൻ കുറേ നേരം ഇത് പൊട്ടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല. അവസാനം ഞാൻ ആ കട്ടയോട് കൂടി തന്നെ ഇട്ട് കൊടുക്കും. എനിക്കത് ഇഷ്ടമാണ്. കട്ട അങ്ങനെ വെള്ളത്തിലിട്ടിട്ടത് ക്ഷമയോടുകൂടി നിന്ന് അത് അലിഞ്ഞ് വരുന്നത്, കട്ട ഉടച്ച് കൊടുക്കുന്നത് എനിക്ക് നല്ല ഇഷ്ടമാണ്. അത് കൂടെ നിന്നത് പൊട്ടിച്ചെടുക്കുക. അപ്പോൾ അത് അലിഞ്ഞ് വരും, തരുന്ന അലിഞ്ഞ് വരും. വലിയ അഴുക്കൊന്നുള്ള ശർക്കരയൊന്നും അല്ലായിരുന്നു. അഴുക്കുണ്ടെങ്കിൽ പതഞ്ഞ് പൊങ്ങി വരുന്ന അഴുക്കാണ് കേട്ടോ. അതൊക്കെ ഇങ്ങ് എടുത്ത് കളഞ്ഞാൽ മതി. അരച്ചപ്പോഴും വലിയ അഴുക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ വെള്ളം ഉണ്ടതിൽ ഇത് അരച്ച് ഞാൻ എടുക്കുന്നില്ല, അതുകൊണ്ടാണ് ഇത് വെള്ളം ഒഴിച്ചത് കേട്ടോ. അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം എടുത്ത് ഒഴിക്കരുത്. ഇത് എന്നിട്ട് പാത്രം അടുപ്പിൽ വെച്ച് അടി കട്ടിയുള്ള പാത്രമായിരിക്കണം വെക്കേണ്ടത്. നെയ്യ് ഒഴിച്ചിട്ട് ഈ പരിപ്പ് അത് ഉടച്ചെടുത്തതും കൂടി ഇട്ട് കൊടുക്കുക. മിക്സിയിൽ അരച്ചെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യണം. എനിക്കത് അത്ര ഇഷ്ടമായിട്ട് തോന്നിയില്ല. കുറച്ച് തരിയെ കിടക്കുന്നത് നല്ലതല്ലേ. നന്നായിട്ട് തവി ഉണ്ടെങ്കിൽ ഉടച്ചു കൊടുത്താൽ മതി, അത് മതി. പിന്നെ ശർക്കര അരിച്ചതും കൂടി ഒഴിച്ച് കൊടുക്കുക. നെയ്യിലിട്ട് കുറച്ച് നേരം പരിപ്പ് ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം ഇത് ശർക്കര ഒഴിച്ച് കൊടുക്കാൻ. ശർക്കര അരിച്ചിട്ടാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അരിക്കുന്നതൊന്നും കാണിക്കണ്ടല്ലോ അല്ലേ. നന്നായിട്ട് ഇളക്കിക്കൂടെ. കുറച്ച് നേരം അത് വെള്ളമൊക്കെ വറ്റി വരട്ടെ. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ പരിപ്പിലും. ഞാനതങ്ങനെ ഉടച്ചെടുക്കുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. കുറച്ച് വെള്ളം, ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ശർക്കരയിലും കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളമായാൽ തിളച്ച് വറ്റി വരാനൊക്കെ കുറച്ച് താമസം വരും. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു 2-3 സ്പൂൺ നെയ്യ് ഓരോ സ്പൂൺ വീതം ഇങ്ങനെ 2-3 പ്രാവശ്യമായിട്ട് ഒഴിച്ച് കൊടുത്തിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ അടിയിൽ പിടിക്കില്ല. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അടിയിൽ നിന്ന് പിടിക്കാതെ. ഇത് കട്ടിയുള്ള പാത്രം തന്നെയാണ് വെച്ചിരിക്കുന്നത്. കോപ്പർ പട്ടുവാ, കുഴപ്പമില്ല. നിങ്ങൾ വെക്കുമ്പോഴും അതുപോലെ അടി കട്ടിയുള്ള പാത്രം തന്നെ ആയിരിക്കണം പായസമൊക്കെ വെക്കുമ്പോൾ വെക്കാനായിട്ട്. കടലപ്രഥമൻ ഇങ്ങനെ വെക്കണമെന്ന് ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇന്ന് ഓണം മാത്രമല്ല നബിദിനം കൂടിയാണല്ലോ, നബിദിനമാണ്. അപ്പോൾ അങ്ങനെ വെക്കാമെന്ന് കരുതി അങ്ങനെ വെച്ചതാണ്. അപ്പോൾ 2-3 പ്രാവശ്യം ഇങ്ങനെ 2-3 സ്പൂൺ ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം ഒരു 1-2 സ്പൂൺ എടുത്ത് ആദ്യം ഒഴിച്ചിരുന്നു. പിന്നെ ഇടയ്ക്ക് 2-3 പ്രാവശ്യം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൽ ഞാൻ തേങ്ങാപ്പാലല്ല ഒഴിക്കുന്നത് കേട്ടോ. തേങ്ങാപ്പാലല്ല ഒഴിക്കുന്നത്, പശുവിൻ പാൽ തന്നെയാണ് ഒഴിക്കുന്നത്. കവർ പാലല്ല, നല്ലത് പാക്കറ്റ് വാങ്ങിച്ചത്. കവർ പാൽ ഏതായിരുന്നാലും കുഴപ്പമില്ല കേട്ടോ. കവർ പാലിനേക്കാളും വില കൂടുതലാണ് ഇതിന്. ഞാനിപ്പോൾ ഇത് വാങ്ങിച്ചത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ഒഴിച്ചെന്നേ ഉള്ളൂ. തേങ്ങാപ്പാൽ എടുക്കുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പം പശുപാൽ ആദ്യം കുറച്ച് ഒഴിക്കുക. തേങ്ങാപ്പാലാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യമേ 3-ആം പാൽ ഒഴിക്കുക. അത് കുറുകി വരുമ്പോഴേക്കും കട്ടിയായി വരുമ്പോഴേക്കും 2-ആം പാൽ ഒഴിച്ചെടുക്കും. അത് കട്ടിയായി വരുമ്പോഴേക്കും 1-ആം പാൽ ഒഴിച്ചെടുക്കും. അങ്ങനെയല്ലേ. ഇത് അതുപോലെ പശുവും പാലായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അത് നമുക്ക് എത്ര ഇത് ലൂസ് വേണമെന്നനുസരിച്ച് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇത് ഇരിക്കും തോറും പരിപ്പല്ലേ, ഇരിക്കും തോറും കട്ടിയായി വരും, കുറുകി വരും. നമ്മളിപ്പോൾ സദ്യക്കൊക്കെ ഇലയിൽ ഒഴിക്കുമ്പം അത് ഒഴുകി പോകാത്ത രീതിയിലായിരിക്കണമല്ലോ വെക്കുന്നത്. നമ്മളിപ്പോൾ ഗ്ലാസ്സിൽ കുടിക്കുന്നതാണെങ്കിൽ കുറച്ചുകൂടി ലൂസാക്കി എടുക്കാം. ഇത് ഇരിക്കും തോറും കട്ടിയായി വരും. ഇതിങ്ങനെ കട്ടിയായി വന്നു എനിക്കത്. ഇത് ലൂസാക്കി ഞാനിപ്പോൾ ഇലയിലായതുകൊണ്ട് ലൂസാക്കിയില്ല. നമ്മൾ കുറച്ചുകൂടെ ലൂസാക്കാൻ വേണമെങ്കിൽ അത്രയേ ഉള്ളൂ. അപ്പോൾ എന്നിട്ട് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് ഇടുമ്പോഴാണ്, പൊടിച്ചിടുമ്പോഴാണ് അതിൻ്റെ ഒരു മണം, പായസത്തിൻ്റെ ഒരു മണം വരുന്നത്. പിന്നെ വീട് മുഴുവൻ, അടുക്കള മാത്രമല്ല വീട് മുഴുവൻ ഒരു മണമായിരിക്കും പായസത്തിൻ്റെ. അത്രയും നല്ല ടേസ്റ്റില്ല. കടല പായസം എന്ന് പറഞ്ഞാൽ നല്ല മധുരമുള്ളതാണ്. നമ്മൾ മറ്റേ പായസം പോലെയല്ല, സേമിയ പോലെയൊന്നും അല്ല. ഇതിന് അത്ര മധുരം കൂടുതലാണല്ലോ ഇതിന്, കടല പായസത്തിന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ വറുത്തിട്ട് ആ നെയ്യോടുകൂടി തന്നെ ഞാനതിൽ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ആ നെയ്യും കൂടി ഇരിക്കട്ടെ എന്ന് കരുതി. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിനകത്ത് കൂടുതലുണ്ടായിരുന്നു. അണ്ടിപ്പരിപ്പ് കുറവേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ കയ്യിൽ. ആ ഒരു പാക്കറ്റ് വാങ്ങിക്കുമ്പോൾ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അതിനകത്ത്, അതുകൊണ്ടാണത്. അപ്പോൾ ഞാനത് കുടിച്ചു നോക്കട്ടെ. ഞാനത് നബിദിനമായതുകൊണ്ട് അങ്ങനെയും വെച്ചതാണ്. പിന്നെ ചെറിയൊരു സദ്യ പോലെ, വലിയൊരു ആഘോഷം അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതിലും ഇത് തന്നെയാണ് ആ പായസത്തിൽ സദ്യയുടെ കൂടെയും കഴിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. വീണ്ടും കാണാം. നല്ല നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വേറെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് പുറകെ തന്നെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ. ഇത്രയേ ഉള്ളൂ.